ശ്രീ ബി എൻ ഹസ്കർ, ഇന്ന് റിപ്പോർട്ട് വരും എന്നുള്ളതാണ് നമ്മളൊക്കെ അറിഞ്ഞിരുന്നത്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മളോട് ആരും ഒന്നും പറയുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ. അതായത് നമ്മളോട് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളോട് എന്ന് മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, CPIയോട് പോലും കൃത്യമായി എന്ന് അജിത് കുമാർ അവിടെ ആ സ്ഥാനത്ത് ഉണ്ടാകില്ല ഏറെക്കാലം എന്നൊക്കെ പറഞ്ഞ ബിനോയ് വിശ്വം ഇന്ന് മുഹൂർത്തം കുറിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. നിയമസഭാ സമ്മേളന കാലമാണ്. കൃത്യമായി ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ ഇടതു മുന്നണിക്ക് വിഘാതമായി നിൽക്കുന്നത് എന്താണ്? മാധു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വസ്തുതകളെ അപനിർമ്മാണം നടത്തി അതിൽ നുണകളുടെ ചായം തേച്ച് അതിങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ദൗത്യമാണ് നിങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ദൗത്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിമിഷ നേരത്തെ വിജയം നേടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയൊഴിച്ചാൽ ദീർഘകാലമായി നിങ്ങൾക്കത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി നിങ്ങൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഓരോ ആരോപണങ്ങൾക്കും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുകളുടെ മാത്രമായി ആയുസ് മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത കൂടി നിങ്ങൾ ഓർത്തിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല. ADGP ശ്രീ MR അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ആ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി. ആ 1 മാസം തീരുന്നതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചില്ല, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ലഭിക്കുന്നതിൻ്റെ മുറയ്ക്ക് ഏതു തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഗവൺമെൻറ്റും CPIയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിക്കും എന്ന ഒരു നിലപാടെടുത്തിട്ടും നിങ്ങൾക്കിപ്പോഴും ആകാംക്ഷയാണ് എന്തുകൊണ്ട് ശ്രീ MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല. നിങ്ങൾ നടാടെയാണ്. കേരളത്തിലെ ഇത്രയും ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ 4 തരത്തിലുള്ള അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവാദങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പങ്ക് അന്വേഷിക്കുകയും അതുപോലെ പൂരത്തിൽ സംഭവിച്ചിട്ടുള്ള പിഴവുകളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ത്രിതലത്തിൽ ഒരു അന്വേഷണ സംവിധാനം ഒരുക്കുക എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു അന്വേഷണ രീതിയാണ്. അപ്പോൾ ഞങ്ങൾ സാമാന്യ നീതി ഏതൊരു വ്യക്തിക്കും നൽകുന്നു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് സാമാന്യ നീതി ഏതൊരു വ്യക്തിക്കും നൽകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ശുഭസൂചകമായ സൂചനകളാണ് ഇതിലൂടെ കാണേണ്ടത്. അതിനുപരിയായി നിങ്ങൾ നടത്തുന്ന കുപ്രചരണങ്ങൾ, മാധ്യമങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിനെയും CPIഎമ്മിനെയും വേട്ടയാടാൻ നടത്തുന്ന, ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കാൻ നടത്തുന്ന പാഴ്വേലകളെല്ലാം അസ്ഥാനത്താകുന്നു എന്നുള്ളത് ആശങ്കയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞത്, കേരളത്തിലെ പല മാധ്യമങ്ങളും കാണിക്കാത്ത ആർജവം ദ ഹിന്ദു എന്ന് പറഞ്ഞ ദേശീയ മാധ്യമം ക്ഷമാപണത്തിലൂടെ കാണിക്കുവാൻ ധൈര്യം കാട്ടി എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശവും ദൗത്യവും നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ അതിൽ നിന്ന് പിന്മാറിയാൽ കേരളത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു നാടാക്കി മാറ്റാൻ കഴിയും. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ സകല വിള്ളലും വിടവും മറച്ചു വെച്ചുകൊണ്ടുള്ള കുട്ടിയടിക്കലിലൂടെയാണ് സൗന്ദര്യം ഇങ്ങനെ ക്ഷണിച്ചു വരുത്താനുള്ള ഒരു ഓഫർ കിട്ടുന്നതെങ്കിൽ അത് നിരസിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു കാര്യം. പുട്ടിയടിച്ച് വെളുപ്പിക്കുക എന്ന് പറയുന്നത് മാധ്യമധർമ്മമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.